ഹായ് ഹലോ, ഇതാണ് നമ്മുടെ സ്വന്തം എടപ്പള്ളി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 90 കിലോമീറ്റർ അപ്പുറം കിടന്ന ഇല്ലിക്കൽകളിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോണത്. ഈ സ്പോട്ടായിട്ട് വന്നത് ഇവനാണ്, അഷറഫ്. ഇവനാണ് പറഞ്ഞത് ഇല്ലിക്കൽക്കല്ല് പോയിട്ടില്ലേ, ഇല്ലിക്കൽക്കല്ലിന് ബാക്ക് സൈഡ് പോകാമെന്നും പറഞ്ഞു വന്നത്. ഇവനും ഇവൻ്റെ ബുള്ളറ്റുമായിട്ടാണ് നമ്മൾ പോയത്. ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ടൊരു മണിക്കൂറിന് താഴെ, രാവിലെ ആയതുകൊണ്ട് വലിയ ബ്ലോക്കൊന്നും ഉണ്ടായില്ല, 1 മണിക്കൂറിന് താഴെ ഞങ്ങൾ മൂവാറ്റൂടെ എത്തി. ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പോഴാണ് ഞങ്ങൾ ഈ കട വന്നത്. കട എന്താ ഷെറഫിന് അപ്പം വിശക്കും. അവിടുന്ന് 2 ചായയും 2 സമൂസയും കഴിച്ചിട്ട് ഞങ്ങൾ പയ്യെ പിന്നെ അവിടുന്ന് വണ്ടി എടുത്തു. അഷറഫിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കലാണ്. അതുകൊണ്ട് നമ്മൾ ഇല്ലിക്കൽക്കല്ലോട്ട് കുറച്ച് കറങ്ങി ചുറ്റിയൊക്കെയാണ് പോയത്. ബൈക്കിനാ വന്നെങ്കിൽ നമുക്ക് നൈസായിട്ട് ഓടിക്കാൻ പറ്റിയ റോഡൊക്കെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡല്ല. പിന്നെ അവിടെ ഇവിടെ ഓരോ കുഴിയൊക്കെ ഉണ്ടാവും, അതൊന്നും കാണാണ്ട് കുഴിയിൽ വിടാൻ നിൽക്കരുത്. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മ ഇല്ലിക്കൽക്കല്ലിൽ എത്തിയിട്ടോ ഗൈസ്. ഇല്ലിക്കൽക്കല്ലിൽ എത്തുമ്പോൾ തന്നെ നമ്മ ആദ്യം കാണുന്ന സ്ഥലമാണിത്. ഇവിടെ ഈ കത്തിക്കഴിഞ്ഞ ഡസ്റ്ററും ഈ സ്ഥലമാണ് ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്, ആ ഹെയർ പിന്നിലേക്ക് കയറാനുള്ളത്. ഇവിടെ ഒന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ച അത്യാവശ്യം മെനയുള്ളതാണ്. എന്നാൽ ഇതെല്ലാം നമ്മുടെ മെയിൻ. നമുക്കിനി വെള്ളമായിട്ടാണല്ലോ പോകേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഒന്നും ജസ്റ്റ് കണ്ടിട്ട് ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ടാർഗറ്റായ ഇല്ലിക്കൽക്കല്ലിൻ്റെ ഈ ടോപ്പിലേക്കാണ് എത്തിയത്. അങ്ങനെ നമ്മൾ തൊട്ട് താഴത്തെ 2-3 ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്നൊരു വാട്ടർ ബോട്ടിലും മേടിച്ച് നമ്മൾ നേരെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തോ. താഴെ അവർ പറയും മലയിലേക്ക് കയറാൻ പോകുന്നവരാണെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചോന്നും. ഇപ്പം നമുക്ക് തോന്നും അതോരോ സ്ട്രാറ്റജിക്കൽ മൂവല്ലേന്ന്. പിന്നെ മുകളിലെത്തി കഴിയുമ്പോഴാണ് പലരും കുപ്പി എടുക്കാൻ തരുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുന്നത്. ശരിക്കും ഒരു വാട്ടർ ബോട്ടിൽ അത്യാവശ്യമാണ് അവിടെ കയറാൻ. എന്തായാലും കയറണമെങ്കിൽ അത് മേടിച്ചിട്ട് കയറാതില്ലെങ്കിൽ നിങ്ങൾ പെടും പകുതി ഒഴുക്കി വെച്ചിട്ട്, ഉറപ്പാണത്. അങ്ങനെ ഏകദേശം ഒരു 1/2 മണിക്കൂറത്തെ ട്രെക്കിങ് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തുമ്പോൾ ആദ്യം കയറിയിട്ടുള്ളൊരു പോയിൻ്റാണ് ഈ പോയിൻ്റ്. ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ വന്നത് എല്ലാം കാണാൻ വേണ്ടി ആയതുകൊണ്ട് അഷറഫ് പറഞ്ഞ് വാ നമുക്ക് അടുത്ത മലയും കൂടെ കയറാമെന്ന് പറഞ്ഞ് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ അടുത്ത മല കയറിയപ്പോൾ ഫസ്റ്റ് വന്ന പോയിൻ്റ് അതൊന്നും എത്തും. ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായത് ഫസ്റ്റ് വന്ന പോയിൻ്റ് ആണല്ലോ. ഇവിടെ നിന്നും വ്യൂ ഒക്കെ ഉണ്ട്, എന്നാലും ആ കാണുന്ന മലയാണ്, അതാണ് ഇതിൻ്റെ പീക്ക് പോയിന്റ്. അത് ഏറ്റവും അടുത്തൊന്നും ആ കല്യാണം പറഞ്ഞ പോയിന്റ്. നമ്മൾ എന്തായാലും വന്നേര് എല്ലാം കണ്ടിട്ടേ പോകുള്ളൂന്നും പറഞ്ഞ് ആ പോയിന്റിലേക്ക് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഈ 2 പോയിന്റിലും കാണുന്ന അത്രയും തിരക്ക് അപ്പുറത്തെ പോയിന്റിലില്ല. അപ്പം ഞങ്ങൾക്ക് ഇതെന്താ കാര്യമൊന്നും മനസ്സിലായില്ല. നമ്മൾ എന്തായാലും കയറാൻ വന്നായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് കുറച്ചങ്ങാട് നടന്ന് ഏകദേശം പോയിന്റിൽ എത്താറായപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 2 കാലം ചേർത്ത് വെച്ച എന്തോ ഒരു വീതിയുണ്ടോ, ആ വീതിയുള്ളൂ. അപ്പോഴാണ് ഇവിടെ പകുതിയൊക്കെ ഹൈറ്റിൻ്റെ ഇഷ്യൂകളാണ് കയറാണ്ട് പോകുന്നതെന്ന് മനസ്സിലായത്. പക്ഷെ ഞങ്ങളവിടെ കയറിയല്ലോ. ഞങ്ങളവിടെ മുകളിൽ കയറി. അവിടെ 2 സ്ഥലത്തും എന്തെങ്കിലും അടിപൊളി വ്യൂ ആണ് ഈ പോയിട്ടേന്ന് കിട്ടാറ്. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഈ വ്യൂവും കൂടെ കമ്പയർ ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് കുറച്ച് റിസ്ക് എടുത്താൽ നമുക്ക് അടിപൊളി വ്യൂവും കിട്ടും. അന്നത്തെ അങ്ങനെ പയ്യെ ഞങ്ങൾ ആ ഇല്ലിക്കൽക്കല്ലിനോട് ബൈ ഒക്കെ പറഞ്ഞ് ആ പോയിന്റിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോകണേ. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം.